ഹായ് സ്റ്റുഡൻസ്. ഇപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് റീസണിങ് എന്നുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, അതായത് മാത്തമാറ്റിക്കൽ റീസണിങ്, ഇൻട്രൊഡക്ഷൻ, സ്റ്റേറ്റ്മെന്റ്, നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ്. അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ. In this lesson, we shall learn about some basic ideas of mathematical reasoning and the process of reasoning, especially in context of mathematics. In mathematical language, there are two kinds of reasoning. First reasoning എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റീസണിങ് ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് റീസണിങ്. ഓക്കെ, അപ്പം നമ്മൾ ഇൻഡക്റ്റീവും ഡിഡക്റ്റീവ് റീസണിങ്ങും പറഞ്ഞു. ടു ടൈപ്സ് ഓഫ് റീസണിങ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, സോ വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദ ഇൻഡക്റ്റീവ് റീസണിങ് ഇൻ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. എന്താണ് ഇൻഡക്റ്റീവ് റീസണിങ്? മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നുള്ള ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. നൗ വി ഷാൽ ഡിസ്കസ് സം ഫണ്ടമെന്റൽസ് ഓഫ് ഡിഡക്റ്റീവ് റീസണിങ്. സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറയാം. ഓർ പ്രൊപ്പോർഷൻ. ഓക്കെ, the basic unit involved in mathematical reasoning is a mathematical statement. എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ബേസിക് യൂണിറ്റ് ഇൻവോൾവ്ഡ് ഇൻ മാത്തമാറ്റിക്കൽ റീസണിങ്. അതാണ് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. എ സെന്റൻസ് ഈസ് കോൾഡ് മാത്തമാറ്റിക്കലി ആക്സെപ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ഇഫ് ഇറ്റ് ഈസ് എയ്തർ ട്രൂ ഓർ ഫോൾസ് ബട്ട് നോട്ട് ബോത്ത് അറ്റ് ദ സെയിം ടൈം. അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയണമെന്നുണ്ടെങ്കിൽ അത് ഒന്നിക്കൽ ട്രൂ ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഫോൾസ് ആയിരിക്കണം. അല്ലാതെ എന്ത് പറയാം, അത് ട്രൂവും ഫോൾസ് രണ്ടും ഒന്നിച്ചാവാൻ പാടില്ല. അറ്റ് എ ടൈം എന്താ അത് ട്രൂവും ഫോൾസ് എന്ന് പറയാൻ പറ്റില്ല. സോ ഇഫ് എ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ വി സേ ദാറ്റ് ഇറ്റ് ഈസ് എ വാലിഡ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ അതിന് വാലിഡ് സ്റ്റേറ്റ്മെന്റ് എന്നും പറയും. അത് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഇൻവാലിഡ് സ്റ്റേറ്റ്മെന്റ് എന്നും പറയും. ഓക്കെ, ട്രൂ ആണെന്നുണ്ടെങ്കിൽ വാലിഡ് സ്റ്റേറ്റ്മെന്റ്, ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ഇൻവാലിഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ആണല്ലോ. ദെൻ ഇനി കൺസിഡർ ദ ഫോളോയിങ് ടു സെന്റൻസ്. ഇവിടെ ടു സെന്റൻസ് പറഞ്ഞിട്ട് 3 + 4 is 6. 3 + 4 is equal to 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ശരിക്കും 3 + 4 എത്രയാ? 7 ആണ്. സോ 3 + 4 6 പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ? ഫോൾസ്, തെറ്റാണ്. ഇവിടെ 2 + 3 is equal to എന്താ? 5 ആണല്ലോ. 2 + 3 എന്ന് പറയുന്നത് എന്താ? 5 ആണല്ലോ. സോ നമ്മൾ എന്താക്കുന്നു? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന് പറയുന്നു, അതായത് ഫോൾസ് ആണെന്ന് പറയുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പറയുന്നു. When we read this sentence, we immediately decided that the first sentence is wrong and second sentence is correct. നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ല, ബിക്കോസ് നമുക്കറിയാലോ. സോ ഇൻ മാത്തമാറ്റിക്സ് such sentences are called statements. ഇങ്ങനെയുള്ള സെന്റൻസിന് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് ഫോൾസ് ആണോ അല്ലെങ്കിൽ അത് ട്രൂ ആണോ, അത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസിലാണ് അതിന് നമ്മൾ എന്താ പറയാ, സെന്റൻസസ് എന്ന് പറയുന്നത്, സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്നിക്കൽ ട്രൂ ആണെങ്കിലും ഫോൾസ് ആണെങ്കിലും കിട്ടണം. സോ നൗ കൺസിഡർ ദ ഫോളോയിങ് സെന്റൻസസ്. മാത്തമാറ്റിക്സ് ഈസ് ഫൺ. ഈ ഒരു സെന്റൻസ് ആണ് ഇവിടെ പറയുന്നതെന്ന് വിചാരിക്കും. മാത്തമാറ്റിക്സ് ഈസ് ഫൺ എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആണ് പറയുന്നത്. സോ മാത്തമാറ്റിക്സ് ഈസ് ഫൺ ഇസ് ട്രൂ ഫോർ ദോസ് ഹു ലൈക്ക് മാത്തമാറ്റിക്സ് ആണല്ലോ. അതായത് ഇപ്പൊ നമ്മൾ നോക്കാം, നമ്മൾ പറയാണ് മാത്തമാറ്റിക്സ് എന്താണ് ഫണ്ണ്, ഭയങ്കര അങ്ങനെ പറയുന്നത്. അപ്പൊ നമുക്കത് ഇഷ്ടപ്പെടുന്ന മാത്സ് ഇഷ്ടപ്പെടുന്നവര് അങ്ങനെ ചിലപ്പോൾ സമ്മതിക്കും. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് വേറെ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് ഫണ്ണാണ്, ഇപ്പൊ ഒന്നും അറിയാത്ത മാത്സ് ഒട്ടും അറിയാത്തവർക്ക് ഇത് ഭയങ്കര കോമഡി ആയി തോന്നുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെയും പറയാം. സോ എന്താ, അത് ഓരോരാളെ പോലെയാ. മീൻസ് ഓരോരാൾക്ക് ഇപ്പൊ എനിക്ക് മാത്തമാറ്റിക്സ് ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് വേറൊരാൾക്ക് അത് ഇഷ്ടമാണോന്നില്ല. അങ്ങനത്തെ രണ്ടാൾക്കും രണ്ട് അഭിപ്രായമാണ്. അപ്പൊ ചില ആളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം അതെന്താ ഫൺ എന്നുള്ളത് ട്രൂ ആണെങ്കിൽ അടുത്ത ആളെ സംബന്ധിച്ചിടത്തോളം അത് ഫോൾസ് ആയിരിക്കും. അയാൾക്ക് അത്ര ഫണ്ണായി തോന്നുന്നുണ്ടാവില്ലായിരിക്കും. സോ അത് നമുക്ക് ഫോൾസ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ കേസിൽ അതിപ്പം അവിടെ എന്ത് പറയാ, രണ്ടും ട്രൂ എന്നും പറയാം അല്ലെങ്കിൽ അത് ഫോൾസ് എന്നും പറയാം, രണ്ടും ആണ്. സോ അങ്ങനെയുള്ള കേസ് അതൊരു ഇൻവാലിഡ് ആണ്, അതൊരു നോട്ട് എ സ്റ്റേറ്റ്മെന്റ് ആണ്.
ഒന്നിക്കൽ ട്രൂ ആയിരിക്കണം അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും ഒന്നിച്ചാവാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അത് നോട്ട് എ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം. കൺസിഡർ ദ ഫോളോയിങ് സെന്റൻസ്. മൂൺ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്. അല്ലേ? മൂൺ റിവോൾവ്സ് ദ എർത്ത് അറൗണ്ട് ദ എർത്ത്. എർത്ത് ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ ചന്ദ്രൻ മൂൺ പോകുന്നു. അത് ഒരു ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ആണല്ലോ? യെസ്, അതെല്ലാവർക്കും യെസ് ആണ്. എവറി സ്ക്വയർ ഈസ് എ റെക്ടാങ്കിൾ. ഓഫ് കോഴ്സ്, ദ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സൈഡ് ഉണ്ടാവും. 4 സ്ക്വയർ 4 ഈക്വൽ സൈഡ് ആയിരിക്കും. റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? 4 സൈഡ് ഉള്ളതെല്ലാം റെക്ടാങ്കിൾ ആണ്. അപ്പൊ സ്ക്വയർ എന്ന് പറയുന്നത് എന്തുകൊണ്ടും ഒരു റെക്ടാങ്കിൾ ആയിരിക്കും. ഇതും ട്രൂ. ദ സൺ ഈസ് എ സ്റ്റാർ. സൂര്യൻ ഒരു നക്ഷത്രം ആണല്ലോ. ആൻഡ് എവറി റെക്ടാങ്കിൾ ഈസ് എ സ്ക്വയർ. ഒരിക്കലും അല്ല. ബിക്കോസ് നോക്ക്, റെക്ടാങ്കിൾ ഇതാണ്, അല്ലെങ്കിൽ ഇതാണ് ഒരു റെക്ടാങ്കിൾ. സ്ക്വയർ പറയുന്നത് 4 സൈഡ് ഒരുപോലെ ആയിരിക്കുന്നതാണ് സ്ക്വയർ. അപ്പൊ നമ്മൾ പറയാ ഇതൊക്കെ സ്ക്വയർ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് ഇതിന് 4 സൈഡ് ഈക്വൽ ആണോ? വേറെ വേറെ അല്ലേ? സോ നമുക്ക് എന്താ, ഇത് റോങ് ആണ്. ന്യൂഡൽഹി ഈസ് ഇൻ പാകിസ്ഥാൻ. അല്ലല്ലോ, റോങ് അല്ലേ? സോ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ആദ്യത്തെ, വെൻ വി റീഡ് ദ സെന്റൻസ് ദ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്. അതെ, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് എന്ന് പറയുന്നത് ട്രൂ. ബട്ട് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ആർ ഫോൾസ്. ആണല്ലോ, ഫോർത്തും ഫിഫ്ത്തും ഫോൾസ് ആണ്. ഹെൻസ് ഈച്ച് ഓഫ് ദം ഈസ് എ സ്റ്റേറ്റ്മെന്റ്. ഇതൊക്കെ 5 എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമുക്ക് ഇനി അടുത്തൊരു സെന്റൻസ് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സെന്റൻസ്. Following sentence, give me a glass of water. Switch on the light. Where are you going? How are you? How beautiful. May you live along. Tomorrow is Wednesday. അപ്പൊ നമ്മൾ നോക്കാം, ഇവിടെ ഗിവ് മി എ ഗ്ലാസ് ഓഫ് വാട്ടർ. എനിക്ക് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം തരൂ എന്ന് പറയുന്നതിൽ നമുക്കൊരു ട്രൂ എന്നും പറയാൻ പറ്റില്ല, ഒരു ഫോൾസ് എന്നും പറയാൻ പറ്റില്ല. ആണല്ലോ? അത് മീൻസ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അത് ട്രൂ ആണോ ഫോൾസ് ആണോ പറയാൻ പറ്റില്ല. സ്വിച്ച് ഓൺ ദ ലൈറ്റ്, ലൈറ്റ് ഓൺ ആക്കുന്നു പറയുന്നത് ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണോ അല്ലെങ്കിൽ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണോ നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു സെന്റൻസ്, അത്ര തന്നെ. സോ ഈ എല്ലാ കേസിലും ഹൗ ആർ യു ചോദിക്കുന്നത് അതൊരു ട്രൂ ആണോ ഫോൾസ് ആണോ, അത് ചോദ്യമാണ്. അപ്പം നമുക്ക് ഹൗ ബ്യൂട്ടിഫുൾ, ആഹാ എന്ത് ബ്യൂട്ടിഫുൾ, അങ്ങനെയൊക്കെ അതൊക്കെ നമുക്കൊരു ട്രൂ ഫോൾസ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. സോ നമുക്ക് ഇതിനൊക്കെ എന്താ, നോട്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയാൻ പറ്റും. ഇത് നോട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി എക്സാമ്പിൾ നോക്കാം. ചെക്ക് whether the following sentence are statements. Give reasons for your answer. ഓക്കെ, നമ്മൾ ചോദിക്കുകയാണ് എന്താ, ഫോളോയിങ് സെന്റൻസസ് ആർ സ്റ്റേറ്റ്മെന്റ്സ് ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയാം 12 is less than 16. 12 എന്ന് പറയുന്നത് 16-നെക്കാട്ടി കുറഞ്ഞ നമ്പർ ആണ്. അഫ്കോഴ്സ് ആണല്ലോ, ആണല്ലോ. അപ്പൊ നമുക്ക് എന്താ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പറയാം. ബിക്കോസ് നമുക്ക് 12 എന്ന് പറയുന്നത് എന്താ, എന്തുകൊണ്ടും ചെറുതാണ് 16-നെക്കാളും. 16 വലുത്. അപ്പൊ നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റും, അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ്, എവറി ട്രൂ സെന്റൻസ് ആണ്, therefore it is the statement is, സോറി, അതുകൊണ്ട് അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. എവറി സെറ്റ് ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. അപ്പൊ നോക്കാം, ഇവിടെ പറയുന്നുണ്ട് എന്താ, എല്ലാ സെറ്റും ഫൈനൈറ്റ് സെറ്റ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇൻഫൈനൈറ്റ് അല്ലെങ്കിൽ നോട്ട് ഫൈനൈറ്റ് സ്റ്റേറ്റ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. സോ അപ്പൊ എല്ലാ സെറ്റും നമുക്ക് ഒരിക്കലും എന്താ ഫൈനൈറ്റ് സെറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് എന്താ, നോട്ട് ഫൈനൈറ്റ് സെറ്റും ഇഷ്ടംപോലെ ഉണ്ട്, നമ്മൾ സെറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. സോ പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. അപ്പൊ നമ്മള് എന്താ പറയാ, അതെന്താ, ഒരു ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ കൂടെ അതെന്തായിരിക്കും, ഒരു സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ട്രൂ ഓർ ഫാൾസ് അങ്ങനെ പോരെ, അപ്പൊ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഇനി തേർഡ് എന്ന് പറയുന്നത് x+5 is equal to 11. അപ്പൊ നമ്മൾ നോക്കുക, x+5 is equal to 11.
എക്സിന് എന്ത് വാല്യൂ ഇവിടെ കൊടുക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം എക്സ് നമുക്ക് നമ്മളെ ഇഷ്ടപ്രകാരം നമ്മൾ 1 കൊടുക്കുന്നു. 1 + 5 എന്ന് പറയുന്നത് 11 ആണോ? തെറ്റല്ലേ? 2 കൊടുക്കുന്നു. 2 + 5 എന്ന് പറയുന്നത് എന്താ? 11 ആണോ? തെറ്റല്ലേ? അപ്പൊ ഇത് ഫോൾസ് ആണ്. പക്ഷെ നമ്മൾ എക്സിന് 6 കൊടുക്കുന്നു. 6 + 5 11 ആണല്ലോ, അത് ട്രൂ ആണല്ലോ. അപ്പൊ ഇവിടെ ട്രൂ വരുന്നുണ്ട് എന്നാ അത് ഫോൾസും വരുന്നുണ്ട്. സോ നമ്മൾ അതിന് എന്താക്കും, രണ്ടും വരുന്ന കേസിൽ നമുക്ക് അതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ അതിന് നമ്മൾ നോട്ട് എ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നു. ദെൻ ദർ ഈസ് നോ റെയിൻ വിത്തൗട്ട് ക്ലൗഡ്സ് എന്ന് പറയുന്നത്, അതായത് മേഘമില്ലാണ്ട് മഴ പെയ്യില്ല എന്നുള്ള രീതിയിൽ, സോറി മഴയില്ലാണ്ട് സോറി മേഘമില്ലാണ്ട് എന്താ മഴ പെയ്യൂല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പഠിച്ചത് എന്താ, മേഘത്തുനിന്നാ മഴ പെയ്യുന്നത്, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത്. സോ നമ്മൾ എന്താ പറയുന്നത്, ആദ്യം മേഘം ഉണ്ടായിട്ടാണ് മഴ പെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് പഠിച്ചിട്ടുള്ളത്. സോ നമ്മൾ എന്താ പറയാ, ഈ സെന്റൻസ് ട്രൂ ആയിട്ടാണ് പറയാം. നമ്മൾ എന്താ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ അതിന് ട്രൂ സെന്റൻസ് ആണ്, അതുകൊണ്ട് അത് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് സെന്റൻസ് പറഞ്ഞാൽ ഓൾ ഇൻഡിജേഴ്സ് ആർ നാച്ചുറൽ നമ്പേഴ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഈ സെന്റൻസ് പറഞ്ഞത് ഫോൾസ് ആണ്, ബിക്കോസ് എല്ലാ ഇൻഡിജറും നാച്ചുറൽ നമ്പർ ആവണമെന്നില്ലല്ലോ. അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലാത്ത ഇൻഡിജർ സോറി ഇൻഡിജേഴ്സ് ഉണ്ടല്ലോ നാച്ചുറൽ നമ്പർ അല്ലാത്തത്. സോ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഫോൾസ് ആണെങ്കിലും ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. ട്രൂ ആണെന്ന് പറയുന്നില്ലല്ലോ, ഫോൾസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ. ഒന്നിക്കൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയാൽ പോരെ. സോ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ ഹൗ ഫാർ ഈസ് ആഗ്ര ഫ്രം ഹിയർ, ഇവിടുന്ന് ആഗ്രയിലേക്ക് എത്ര ഉണ്ടാവും എന്ന് ചോദിക്കുന്നത്. പക്ഷെ ഇതൊരു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ ഇത് ഇത് നമുക്ക് ഒരു റിപ്ലൈ ഇല്ല ആക്ച്വലി. എന്താ പറയാ, ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ള രീതിയിൽ റിപ്ലൈ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ സെന്റൻസ് ആയിട്ട് എടുക്കൂല. ആർ യു ഗോയിങ് ടു എവിടെ കാൺപൂർ എന്ന് ചോദിക്കുന്നത്. സോ അതും എന്താ പറയാ, ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നെയാ. അതിനൊരു ട്രൂവോ ഒന്നും പറയാൻ പറ്റില്ല. സോ അതും നോട്ട് എ സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ഉള്ളത് ഓൾ റോസസ് ആർ വൈറ്റ്. അയ്യോ, അല്ലല്ലോ, എല്ലാ റോസും വൈറ്റ് കളർ ആണോ? റെഡ് ഉണ്ട്, റോസ് ഉണ്ട്, ഓക്കെ, വേറെ യെല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കളർ ഉണ്ട് റോസിന്. അപ്പൊ അത് വൈറ്റ്, അത് ആ സെന്റൻസ് ഫോൾസ് ആണ്. ഫാൾസ് ആയതുകൊണ്ട് തന്നെ അതെന്താ, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇത്രയും ഉള്ളത് നമ്മൾ നോക്കി, ഇത്രയും എക്സാമ്പിൾസ് നോക്കി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. ഫസ്റ്റിൽ 12 <16 എന്ന് പറയുന്നത് നോട്ട് സ്റ്റേറ്റ്മെന്റ് അല്ല. പിന്നെ സെന്റൻസ് ഫാൾസ് ആണ് പറയുന്നത്. എല്ലാ സെറ്റും ഫൈനൈറ്റ് അല്ല, നോട്ട് ഫൈനൈറ്റ് സെറ്റും ഉണ്ട്. x + 5 11 അല്ല, ബിക്കോസ് നമുക്ക് വാല്യൂ ഓഫ് എക്സ് തന്നിട്ടില്ല, ഗിവൺ തന്നിട്ടില്ല. സോ അത് നോട്ട് എ സ്റ്റേറ്റ്മെന്റ്. പിന്നെ ഇതിവിടെ പറയുന്നുണ്ട് ക്ലൗഡ് ഫോം മഴ പെയ്യുന്നതിന് മുമ്പേ മേഘം ഉണ്ടാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ സയന്റിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. സോ സെന്റൻസ് ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ദിസ് സെന്റൻസ് ഇസ് ഓൾസോ ഫാൾസ് ബിക്കോസ് ഓൾ ഇൻഡിജേഴ്സ് ആർ നോട്ട് നാച്ചുറൽ നമ്പേഴ്സ് പറയുന്നുണ്ട്. സോ അത് ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, ബിക്കോസ് ഫാൾസ് സെന്റൻസ് അല്ലേ, അപ്പൊ അത് സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ അതാ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, അതുകൊണ്ട് ഒരു സെന്റൻസ് അല്ല എന്ന് പറയുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് അതന്നെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ട്രൂത്ത് വാല്യൂ ഇല്ല. ലാസ്റ്റ് സെന്റൻസിൽ ഫാൾസ് ബിക്കോസ് ഓൾ റോസ് ആർ നോട്ട് വൈറ്റ് അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഈ നെക്സ്റ്റ് നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. ഓക്കെ, നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ്. 1 second.
ഓക്കെ സോറി, ഓക്കെ നമുക്ക് തുടങ്ങാം. നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ് ആണ് ഇനി പറയുന്നത്. The denial of a statement is called the negation of the statement. Let us consider the statement, അതായത് New Delhi is a city. The negation of the statement ആണ് it is not the case that New Delhi is a city. അതായത് നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് പറയുന്നതാണ്. ഇപ്പൊ നമ്മളൊന്ന് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല എന്ന് പറയുന്നതാണ് അതിന്റെ നെഗറ്റീവ് പറയുന്നതാണ് നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ്. അല്ലെങ്കിൽ ഇപ്പൊ നോക്ക്, or it is false that New Delhi is a city, or New Delhi is not a city. If P is a statement, the negation of a P is also a statement ആയിരിക്കും, and it is not denoted by negation എന്നുള്ളത് ഈ ഒരു സൈൻ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ആൻഡ് റീഡ് ആസ് നോട്ട് പി എന്ന് പറഞ്ഞിട്ട് ഇതിനെ റീഡ് ആക്കും. മനസ്സിലായ? അതിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് പോലെ പറയുന്നത് ഈ ഒരു സൈൻ ആണ് യൂസ് ചെയ്യുന്നത്. അത് വായിക്കല് നമ്മൾ നോട്ട് എന്നുള്ള രീതിയിൽ വായിക്കും. എക്സാമ്പിൾ എന്ന് പറയുന്നത് റൈറ്റ് ദ നെഗേഷൻ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. സം ഓഫ് 2 and 3 is 6. ഓക്കെ, ഇവിടെ നോക്കുക, നെഗേഷൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് 2 and 3 is not 6, നോട്ട് എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. റൂട്ട് 7 ഈസ് റാഷണൽ, അതിന്റെ എന്ന് വെച്ചാൽ ഇറാഷണൽ എന്നായിരിക്കും അതിന്റെ. നോട്ട് റാഷണൽ, നോട്ട് ആഡ് ചെയ്താൽ മതി. 7 ഈസ് എന്ത് പറയാ, നോട്ട് റാഷണൽ വരും. ഓസ്ട്രേലിയ ഈസ് എ കോണ്ടിനെന്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ഈസ് നോട്ട് എ കോണ്ടിനെന്റ്. ദ നമ്പർ 8 ഈസ് ലെസ് ദാൻ 5. ദ നമ്പർ 8 ഈസ് നോട്ട് ലെസ് ദാൻ 5. അപ്പൊ നോട്ട് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ നെഗേഷൻ പറയുന്നത്. ഓർ ഇറ്റ് ഈസ് എന്താ false that 8 is less than 5 എന്ന് പറയും. അല്ലെങ്കിൽ ഇറ്റ് ഈസ് false that 7 is rational. അങ്ങനെ false എന്നുള്ള രീതിയിലേക്ക്, ട്രൂ പറയുമ്പോൾ അത് false എന്നുള്ള രീതിയിലേക്ക് പറയുന്നതാണ് നെഗേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഞാൻ ഇവിടെ ഇപ്പൊ കാണിച്ചത് സ്ക്രീൻ പോസ്റ്റ് ആയെന്ന് തോന്നുന്നു. ജസ്റ്റ് വൺസ് മോർ പറയാം. അതായത് ഇതിന്റെ എന്താണ് നെഗേഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നെഗേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ന്യൂഡൽഹി ഈസ് എ സിറ്റി എന്ന് പറയുന്നുണ്ട്, നോട്ട് എ സിറ്റി. അതാണ് എന്ത് പറയുന്നത്, അതിന്റെ നെഗേഷൻ എന്ന് പറയുന്നത്. കണ്ടോ, നെഗേഷൻ ഉള്ള ഈ ഒരു സൈൻ ഉപയോഗിച്ചിട്ടാണ് നെഗേഷൻ കാണിക്കുക. ആൻഡ് ദിസ് നോട്ട് പി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നോട്ട് പി എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാം, വായിക്കുക. ഓക്കെ, നമ്മൾ അതിന് നോട്ട് പി. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ ഇതാ, സം ഓഫ് 2 and 3 is 6. അതിന് നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ സം ഓഫ് 2 and 3 is not 6. നോട്ട് എന്നുള്ളത് ആഡ് ചെയ്യാം. റൂട്ട് 7 ഈസ് റാഷണൽ എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് 7 ഈസ് നോട്ട് റാഷണൽ എന്ന് പറയും. ഓക്കെ, റൂട്ട് 7 ഈസ് റാഷണൽ. ഓസ്ട്രേലിയ ഈസ് എ കോണ്ടിനെന്റ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ ഈസ് നോട്ട് കോണ്ടിനെന്റ്. ദ നമ്പർ ഓഫ് 8 ഈസ് ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ എന്താ, നോട്ട് ലെസ് ദാൻ 5 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ നോട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ നെഗേഷൻ എന്നുള്ള ഈ സിമ്പിൾ ഇത് യൂസ് ചെയ്തിട്ടുള്ളതാണ് നെഗേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് false that the number 8 is less than 5 എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഓക്കെ, ഇനി മാത്തമാറ്റിക്കൽ റീസണിങ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഇംപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫസ്റ്റ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നത്. ഇൻ മാത്തമാറ്റിക്കൽ റീസണിങ് വി ജനറലി കം അക്രോസ് 2 types ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. 2 type ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്. A statement which cannot be broken into 2 or more statement is called a simple statement. Simple statement സിമ്പിൾ ആയിട്ട് പറയുന്നത് അല്ലെ, അതെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ 2 or 3 ആയിട്ടൊന്നും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. ഒറ്റ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ഫോർ എക്സാമ്പിൾ, എവറി സെറ്റ് ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ന്യൂഡൽഹി ഈസ് എ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. റോസസ് ആർ വൈറ്റ്. റൂട്ട് 2 ഈസ് ഇറാഷണൽ നമ്പർ. ദ സെറ്റ് ഓഫ് റിയൽ നമ്പർ ഈസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. ഇതൊക്കെയാണ് പറയുന്നത്.
നെക്സ്റ്റ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഇത് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ബൈ കമ്പൈനിങ് ടു ഓർ മോർ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ഈസ് കോൾഡ് കോമ്പൗണ്ട്. കോമ്പൗണ്ട് എന്ന് പറയുന്ന പോലെ നമുക്ക് ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെന്റ്സിനെ കുഞ്ഞു കുഞ്ഞു സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ എന്താക്കുന്നു, കമ്പൈൻ അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെയുള്ളതാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മോഹൻ ഈസ് വെരി സ്മാർട്ട് ഓർ ഹി ഈസ് വെരി ലക്കി. വെരി സ്മാർട്ടും വെരി ലക്കിയും ആണ്. ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ആക്ച്വലി മെയ്ഡ് അപ്പ് ഓഫ് ടു സ്റ്റേറ്റ്മെന്റ്സ് കണക്റ്റഡ് ബൈ ഓർ എന്ന് പറയുന്ന ഓർ എന്നുള്ളൊരു ഇത് വെച്ചിട്ട് നമുക്കിത് കണക്ട്, അത് മോഹൻ ഈസ് വെരി സ്മാർട്ട്, ഹി ഈസ് വെരി ലക്കി, യോർ എന്നുള്ള ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇതിന് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം പിന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് അവിടെ ഉള്ളത്. മോഹൻ ഈസ് വെരി സ്മാർട്ട് ഫസ്റ്റ്, മോഹൻ ഈസ് വെരി ലക്കി സെക്കൻഡ്. ഓർ എന്നുള്ളത് വെച്ച് നമ്മൾ ഇതിനെ കണക്ട് ചെയ്ത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആക്കി. ദെൻ സൺ ഈസ് ബിഗർ ദാൻ എർത്ത് ആൻഡ് എർത്ത് ഈസ് ബിഗർ ദാൻ മൂൺ. ഇവിടെ ആൻഡ് എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് കണക്റ്റഡ് ബൈ ആൻഡ്. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് സൺ ഈസ് ബിഗർ ദാൻ എർത്ത്, എർത്ത് ഈസ് ബിഗർ ദാൻ മൂൺ. അങ്ങനെ രണ്ട് പിയും ക്യൂ എന്ന് പറഞ്ഞിട്ട് രണ്ട് എന്താ പറയാ സെന്റൻസിനെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇതൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ളത്. സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സിനെ കമ്പൈൻ ചെയ്തിട്ട്. അപ്പൊ ഇതാണ് രണ്ട് സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്. ഇൻ എക്സാമ്പിൾ, ഫൈൻഡ് ദ കോമ്പണന്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ്. ഇവിടെ ഉള്ള ഇതിൽ നിന്ന് ഏതാണ് കമ്പോണന്റ് എന്ന് കണ്ടുപിടിക്കുക. ദ സ്കൈ ഈസ് ബ്ലൂ ആൻഡ് ദ ഗ്രാസ് ഈസ് ഗ്രീൻ. അതാണ് ഫസ്റ്റ്. സോ ഇവിടെ നമ്മൾ ആൻഡ് എന്നുള്ളത് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തു. എന്താ, സ്കൈ ഈസ് ബ്ലൂ, ദ ഗ്രാസ് ഈസ് ഗ്രീൻ. സെക്കൻഡ്, ഓൾ റാഷണൽ നമ്പേഴ്സ് ആർ റിയൽ ആൻഡ് ഓൾ റിയൽ നമ്പേഴ്സ് ആർ കോംപ്ലെക്സ്. ഇവിടെ ആൻഡ് എന്നുള്ളത് വെച്ചിട്ട് രണ്ട് സെന്റൻസ് സ്പ്ലിറ്റ് ചെയ്തു. ഓൾ റാഷണൽ നമ്പർ ആർ റിയൽ എന്നുള്ളത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് ഓൾ റിയൽ നമ്പേഴ്സ് ആർ കോംപ്ലെക്സ് എന്നുള്ളത് സെക്കൻഡ്. ദെൻ ഇറ്റ് ഈസ് റെയിനിങ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ്. അപ്പൊ ആൻഡ് ഉപയോഗിച്ചിട്ടാണ് നെക്സ്റ്റും കണക്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഇറ്റ് ഈസ് റെയിനിങ് എന്ന് പറയാം, ദെൻ ഇറ്റ് ഈസ് കോൾഡ് എന്ന് പറയാം. സെക്കൻഡ് സെന്റൻസ്, റൂട്ട് 2 ഈസ് റാഷണൽ നമ്പർ ഓർ ആൻ ഇറാഷണൽ നമ്പർ. അപ്പൊ റൂട്ട് 2 ഈസ് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് സെന്റൻസ്, റൂട്ട് 2 ഈസ് റാഷണൽ നമ്പർ എന്നുള്ളത് സെക്കൻഡ് സെന്റൻസ്. അവിടെ കണക്ട് എന്ന് പറയുന്നത് ഓർ. ഓക്കെ, ഇതാണ് ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് പറയുന്നത് ഇംപ്ലിക്കേഷൻസ് ആണ്. ഇംപ്ലിക്കേഷൻസ് ഇൻ ദിസ് സെക്ഷൻ we shall discuss the implication, അതായത് ഇംപ്ലിക്കേഷൻ ഇഫ് ദെൻ, ഓൺലി ഇഫ് ആൻഡ് ഓൺലി ഇഫ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇംപ്ലിക്കേഷൻസ്. സോ ദ സ്റ്റേറ്റ്മെന്റ് വിത്ത് ഇഫ് ദെൻ ആർ വെരി കോമൺ ഇൻ മാത്തമാറ്റിക്സ്. ഇഫ് ദെൻ ഒക്കെ ഇത് മാത്തമാറ്റിക്കലി കോമൺ ആണ്. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ നോക്കി ഈ സ്റ്റേറ്റ്മെന്റ്, ഇഫ് യു ആർ ബോൺ ഇൻ സം കൺട്രി ദെൻ യു ആർ സിറ്റിസൺ ഓഫ് ദാറ്റ് കൺട്രി. നമ്മളിപ്പോ ഏത് രാജ്യത്താണ് ജനിച്ചത്, നമ്മൾ അവിടെ തന്നെ സിറ്റിസൺ ആയിരിക്കും. സോ വി ഒബ്സർവ് ദാറ്റ് ഇഫ് കറസ്പോണ്ട്സ് ടു ടു സ്റ്റേറ്റ്മെന്റ്സ് പി ആൻഡ് ക്യൂ ഗിവൺ ബൈ. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ്, ഇഫ് യു ആർ ബോൺ ഇൻ സം കൺട്രി, യു ആർ എ സിറ്റിസൺ ഓഫ് ദാറ്റ് കൺട്രി എന്ന് പറഞ്ഞിട്ട് രണ്ട് ഇവിടെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. സോ ഇവിടെ പി ആൻഡ് ക്യൂ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ് ഫോമിംഗ് ദ ഇംപ്ലിക്കേഷൻ ഇഫ് പി ദെൻ ക്യൂ ആണല്ലോ. ഇഫ് ആൻഡ് ദെൻ എന്നുള്ളത് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഈ സെന്റൻസ് ഫോം ചെയ്തിരിക്കുന്നത്. ദെൻ വി ഡിനോട്ടഡ് ദിസ് ഇംപ്ലിക്കേഷൻ എന്നത് പി ഗിവ്സ് ക്യൂ. ഈ ഒരു സിമ്പൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഇംപ്ലിക്കേഷൻ നമ്മൾ കാണിക്കുന്നത്. ഇഫ് പി ദെൻ ക്യൂ ഇസ് സെയിം ആസ് ദ ഫോളോയിങ്. ഇവിടെ കുറെ ഉണ്ട് ഇഫും ദെന്നും വെച്ചിട്ടുള്ളത്, നോക്കോ. ഇവിടെ ഇഫ് ബോത്ത് പി ആൻഡ് ക്യൂ ആർ ട്രൂ then P gives Q is true, also true. If P is true, Q is false. P എന്നുള്ള സെന്റൻസ് ട്രൂ സെക്കൻഡ് ഉള്ളത് false ആണെങ്കിൽ P tends to Q എന്ന് പറയുന്നത് false. ഇപ്പൊ രണ്ടും ട്രൂ ആണെങ്കിൽ നമുക്ക് ഇതിനെ ട്രൂ എന്ന് പറയാൻ പറ്റും, ഇംപ്ലിക്കേഷൻ. ഓക്കെ, ഇഫ് P true, Q is false. അതായത് ഒന്ന് ട്രൂ ഒന്ന് false ആണെങ്കിൽ അതിനെ false സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. P false ന് Q ട്രൂ ആണെങ്കിൽ P tends to Q എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. If P and Q are false, P tends to Q is ട്രൂ എന്നുള്ള രീതിയിൽ പറയുന്നത്. ജസ്റ്റ് 1 സെക്കൻഡ്.
ഇതെല്ലാം നമ്മൾ മാത്തമാറ്റിക്കൽ റീസണിങ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് വേണ്ടത് ഇംപ്ലിക്കേഷൻ ആണ് വേണ്ടത്. ഇംപ്ലിക്കേഷനിൽ ഇതിവിടെ 3 കേസ് ട്രൂ, ഒരു കേസ് മാത്രമേ ഫോൾസ് പറയുന്നില്ല. ഓക്കെ, ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതാണ് ഇതാ പി ട്രൂ, ക്യൂ മാത്രം ഫോൾസ് ആയാലും മാത്രമേ സെന്റൻസ് ഫോൾസ് ആവുള്ളൂ. ബാക്കി എല്ലാ കേസിലും ഈ പി ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ട്രൂ ആയിട്ട് വരുന്നത്. ആകെയുള്ള കേസ് ഇതാ പി ഈസ് ട്രൂ, ക്യൂ ഈസ് ഫോൾസ്, അങ്ങനെയുള്ള കേസിൽ മാത്രം ഫോൾസ് വരുന്നു. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കൺസിഡർ ചെയ്യാം. ഇഫ് എ നമ്പർ ഈസ് മൾട്ടിപ്പിൾ ഓഫ് 9, ഒരു നമ്പർ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ദെൻ ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3, 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇറ്റ് ഈസ് ആൻ ഇംപ്ലിക്കേഷൻ ഹാവിംഗ് ആൻറ്റിസിഡന്റ് പി ആൻഡ് കോൺസിക്വന്റ് ക്യൂ. പി എന്ന് പറയുന്നത് എ നമ്പർ ഈസ് മൾട്ടിപ്പിൾ ഓഫ് 9 ഈ സെന്റൻസിൽ, ദെൻ ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് വെച്ചാൽ എ നമ്പർ ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3 എന്നുള്ളത് ക്യൂ എന്നുള്ള സെന്റൻസ്. സോ ഈ ഒരു എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതെന്ന് വെച്ചാൽ പി ഈസ് സഫീഷ്യന്റ് കണ്ടീഷൻ ഫോർ ക്യൂ. അതായത് ക്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും പി അറിഞ്ഞേ പറ്റുള്ളൂ അല്ലേ. ദിസ് സേസ് ദാറ്റ് നോയിങ് ദാറ്റ് എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 ഈസ് സഫീഷ്യന്റ് ടു കൺക്ലൂഡ് ദാറ്റ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അതായത് നമുക്കിപ്പോ എന്തായാലും അറിഞ്ഞിരിക്കണം എന്ത് മൾട്ടിപ്പിൾ ഓഫ്, അതായത് പി എന്ന് പറഞ്ഞത് ഇപ്പൊ മൾട്ടിപ്പിൾ എ നമ്പർ ഈസ് മൾട്ടിപ്പിൾ ഓഫ് 9 എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് അത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണെന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഇതെന്തായാലും സഫീഷ്യന്റ് കണ്ടീഷൻ ആണ്, നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്ത് പി എന്നുള്ള സെന്റൻസ്. അപ്പം എന്താ then P only if Q. This states that the number is multiple of 9 only if it is multiple of 3. അതായത് Q is necessarily condition for P. P ന്റെ കേസിൽ ഇപ്പം P പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്ക്, P എന്ന് പറഞ്ഞാൽ എന്താ, where is that? ഇവിടെ അല്ലേ, P only if Q എന്ന് പറഞ്ഞാൽ Q is necessary condition for P ആണെന്ന് പറയുന്നത്. This says that when a number is multiple of 9 ആണെങ്കിൽ നമുക്കത് multiple of 3 ആണെന്ന് പറയാൻ പറ്റും. ഇവിടെ രണ്ട് കേസിൽ നമുക്ക് P എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ Q കിട്ടാൻ വേണ്ടിട്ട് P വേണം, അതുപോലെ Q കിട്ടാൻ വേണ്ടിട്ട് P വേണം. രണ്ട് സൈഡിലും നമുക്ക് രണ്ടും അറിഞ്ഞാലേ ചെയ്യാൻ പറ്റൂ. സോ നമ്മൾ ഇവിടെ പറയുന്നു നെഗേഷൻ ഓഫ് Q ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് P എന്ന് പറയുന്നത്. This says that if a number is not multiple of 3, negation എന്ന് പറഞ്ഞാൽ ഇതിന്റെ നോട്ട് കൊടുക്കുന്നത്, നെക്സ്റ്റ് then it is not a multiple of 9. ഓക്കെ, അപ്പൊ negation എന്ന് പറയുന്നതും ഇവിടെ നമുക്ക് ആവശ്യമുണ്ട്, അതും ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് മാത്തമാറ്റിക്കൽ റീസണിങ്, കോൺട്രാപോസിറ്റീവ് ആൻഡ് കൺവേഴ്സ്, ഇഫ് ആൻഡ് ഓൺലി ഇംപ്ലിക്കേഷൻസ്, വാലിഡേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് പറയുന്നത്. കോൺട്രാപോസിറ്റീവ് ആൻഡ് കൺവേഴ്സ് ആണ് പറയുന്നത്. കോൺട്രാപോസിറ്റീവ് പറഞ്ഞാൽ ഇഫ് P ആൻഡ് Q ആർ ടു സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ then the contrapositive of the implication if P then Q is if negation Q then negation Q then negation P ആയിരിക്കും, negation P then negation Q, അങ്ങനെയാണ് പറയുന്നത്. If P and Q are two statements, then the converse of the multiplication പറഞ്ഞാൽ if P then Q is if Q then P. അത് നേരെ തിരിച്ചിട്ടത്, അതാണ് അതിന്റെ കോൺട്രാപോസിറ്റീവ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേഴ്സ് ചെയ്യുന്നത്. അതായത് if P എന്നുള്ളിടത്ത് if Q then P, അങ്ങനെ ഇത് if P then Q ഉള്ളത് if Q then P എന്നുള്ള രീതിയിലേക്ക് ആക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, if a number is divisible by 9, ഒരു നമ്പർ 9നെ കൊണ്ട് ഡിവിസിബിൾ ആണ്, then it is divisible by 3. its implication is as follows. number is first എന്ന് പറയുന്നത് ടു സെന്റൻസ് ഇവിടെ കോമ്പൗണ്ട് അല്ലേ. ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞതാ a number is divisible by 9 and a number is divisible by 3. The contrapositive of this statement is if the number is not divisible by 3, it is not divisible by 9. അതാണ് ഇതിന്റെ കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത്.
അത് നെഗേഷൻ ഓപ്പോസിറ്റ് അതായത് നമ്മളിവിടെ ഇഫ് പി ദെൻ ക്യൂ ആണെങ്കിൽ ഇഫ് ക്യൂ നെഗേഷൻ ക്യൂ ദെൻ നെഗേഷൻ പി അതാണ് എന്താ കോൺട്രാ പോസിറ്റീവ് എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇവിടെ എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3 എന്നുള്ളത് എ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9 എന്നുള്ളത് എന്താ നെഗേഷൻ ഓഫ് പി ആണല്ലോ. ഇൻ കൺവേഴ്സ് എന്ന് പറയുന്നത് നെഗേഷൻ ഇല്ല, അല്ലാതെ തന്നെ തിരിച്ചിടാൻ പറ്റുന്നത്. അതായത് ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3 ദെൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 9. അതാണ് കൺവേഴ്സ്. അവിടെ നെഗേഷൻ ഇല്ല, ഇവിടെ ഇഫ് ക്യൂ ദെൻ പി എന്നുള്ള രീതിയിലേക്ക് അത് ചേഞ്ച് ആവുന്നു. നെക്സ്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇംപ്ലിക്കേഷൻ ആണ് പറയുന്നത്. ഇഫ് പി ആൻഡ് Q are two statements, then the compound statement P എന്ത് പറയാ tends to Q അല്ലെങ്കിൽ Q tends to P. അവിടെ ഇത് കൊടുത്തിട്ടുണ്ടോ, എന്ത് ആ ഒരു സിമ്പൽ കൊടുത്തിട്ടില്ലേ? അപ്പൊ നമ്മളത് പറയുന്നതെന്ന് വെച്ചാല് it is called if and only if implication and it is denoted by ഇതിനെങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ P tends to Q, Q tends to P ആണെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണല്ലോ. സോ നമുക്ക് ഇതിനെ ഇങ്ങനെ ചെയ്യാം, ഈ ഒരു രീതിയിൽ ഡിനോട്ട് ചെയ്യാം. അപ്പൊ ഫോർ എക്സാമ്പിൾ എ ട്രയാങ്കിൾ ഈസ് ഇക്വിലാറ്ററൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് എ equiangular. This is if and only if implication with the component statement. First a triangle is equilateral രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ it is equiangular എന്ന് പറഞ്ഞിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടാണെന്ന് അതായതുകൊണ്ട് അത് അങ്ങനെ ആവാൻ പറ്റുന്നുള്ളത്. പി ക്യൂ ആണെങ്കിൽ ക്യൂ പി ആവുന്നുള്ളത്. സോ അതിനൊരു എക്സാമ്പിൾ നോക്കാം. റൈറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ഫോം ഓഫ് ഇഫ് ദെൻ. അങ്ങനെ എഴുതണം. യു ഗെറ്റ് job implies that your credentials are good. The banana trees will bloom if it stays warm for a month. ഇപ്പൊ നമുക്കൊരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഗെറ്റ് എ ജോബ് ഇംപ്ലൈസ് ദാറ്റ് നമ്മുടെ ക്രെഡൻഷ്യൽസ് ആർ നല്ല, നമ്മുടെ എന്താ പറയാ ക്രെഡൻഷ്യൽസ് ഗുഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ബനാന ട്രീസ് എന്ന് പറയുന്നത് ബ്ലൂം ഇഫ് ഒരു മാസം ഒരു ചൂടിൽ വെച്ച് കഴിഞ്ഞാൽ ബനാന ട്രീസ് ബ്ലൂം ആവും. അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് വി നോ ദാറ്റ് ഇഫ് പി ദെൻ ക്യൂ ആണല്ലോ. ഇവിടെ ഇഫ് ദെൻ എന്നുള്ള ആക്കണാണ് ഈക്വാലൻ ടു പി ടെൻസ് ടു ക്യൂ, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടില്ലേ. സോ ദെൻ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് റിട്ടൺ ആസ് ഇഫ് യു ഗെറ്റ് ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇഫ് യു ഗെറ്റ് എ ജോബ് ദെൻ യുവർ ക്രെഡൻഷ്യൽസ് ആർ ഗുഡ്. നമുക്കൊരു ജോബ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രെഡൻഷ്യൽസ് ഗുഡ് ആയതുകൊണ്ടായിരിക്കും. ക്രെഡൻഷ്യൽസ് നമ്മളൊരു ബയോഡാറ്റ എല്ലാം പോലെയുള്ള നമ്മളെ ഓക്കെ അത് നല്ലതായോണ്ടായിരിക്കും നമുക്ക് ജോബ് കിട്ടുന്ന പറയുന്നത്. സോ വി നോ ദാറ്റ് ഇഫ് പി ദെൻ ക്യൂ ആണെങ്കിൽ ഇറ്റ് ഈസ് ഇക്വാലൻ ടു പി ടെൻസ് ടു ക്യൂ. ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഇഫ് ഇറ്റ് സ്റ്റേസ് ദാറ്റ് വാം ഫോർ എ മന്ത്. അതൊരു ഒരു മാസം വാം ചൂടിൽ വെച്ച് കഴിഞ്ഞാൽ ദ ബനാന ട്രീസ് വിൽ ബ്ലൂം. നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഓക്കെ.
നെക്സ്റ്റ് വാലിഡേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് പറയുന്നത്. ഇൻ ദിസ് സെക്ഷൻ we will discuss validity of a statement. Checking the validity of a statement means when it is true and when it is not true. അതിന്റെ വാലിഡിറ്റി നോക്കണമെങ്കിൽ എപ്പോഴാണ് അത് ട്രൂ ആവുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് അത് നോട്ട് ട്രൂ, അത് ഫാൾസ് ആവുന്നത്, അങ്ങനെയാണ് നോക്കുന്നത്. The answer to these questions depends upon which of the special words and phrases and or and which of the implications if and only, if അല്ലെങ്കിൽ if then, and which of the quantities for every അല്ലെങ്കിൽ there exist appear in the given statement. ഇതൊക്കെ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ എപ്പോഴാണ് വരുന്നത് എന്നാണ് നോക്കുന്നത്. So here we shall discuss some techniques or rules to find when the statement is valid or true. ഇപ്പൊ നമ്മൾ അതാ പറയുന്നത്, ഈ നമ്മൾ ഡിസ്കസ് ചെയ്യാണ് ടെക്നിക്സ്, ഏതൊക്കെ റൂൾസ്, നമ്മൾ റൂൾസ് നോക്കുകയാണ് എപ്പോഴാണ് സ്റ്റേറ്റ്മെന്റ് വാലിഡ് ആവുന്നത് അല്ലെങ്കിൽ ട്രൂ ആവുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. സോ ഫസ്റ്റ് റൂൾ 1, സ്റ്റേറ്റ്മെന്റ് വിത്ത് ആൻഡ് statement with and if P and Q are mathematical statements. First and വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. If P and Q are mathematical statements, then in order to show that the statement P and Q is true, we follows the step. P ഉം Q ഉം true എന്ന് പറയുന്നത് we follows the following step. Show that the statement P is true. ആദ്യം നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് P ട്രൂ ആണെന്ന് ഷോ ചെയ്യണം, ആൻഡ് ദെൻ പറയേണ്ടത് സ്റ്റേറ്റ്മെന്റ് Q ട്രൂ ആണെന്ന് ഷോ ചെയ്യണം. റൂൾ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് ഓർ ആണ് പറയുന്നത്. സോറി, റൂൾ 2, ഇത് റൂൾ 1 ആൻഡിൻ്റെതാണ്. റൂൾ 2 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് വിത്ത് ഓർ എന്നുള്ള. ഇഫ് P and Q are mathematical statement, then in order to show that the statement P or Q is true, one must consider the following. First case 1 പറയാം. Assuming that P is false, show that Q must be true. P false ആകുമ്പോൾ നമ്മൾ അത് ഷോ ചെയ്യണം, Q ട്രൂ ആണെന്ന് ഷോ ചെയ്യണം. കേസ് 2 എന്ന് പറഞ്ഞാൽ അസ്യൂമിങ് ദാറ്റ് Q ഫാൾസ് ആണെങ്കിൽ ഷോ ദാറ്റ് P മസ്റ്റ് ബി ട്രൂ. P ട്രൂ ആണെന്ന് ഫാൾസ് അസ്യൂം ചെയ്യണം. ദെൻ റൂൾ 3, വാലിഡിറ്റി ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് ഇഫ് ദെൻ. ഇഫ് ദെൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റ്, ഇഫ് P and Q ആർ 2 മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ്, Pയും Qയും മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ ദെൻ പ്രൂവ് ചെയ്യണം എന്ന് വെച്ചാൽ ഇഫ് P then Q എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്യണം. സോ വി നീഡ് ടു ഷോ ദാറ്റ് എനി വൺ ഓഫ് ദ ഫോളോയിങ് കേസ് ഇസ് ട്രൂ. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കേസ് ട്രൂ ആണെന്ന് ഷോ ചെയ്താൽ മതി. അതായത് അതിൽ 2 കേസ് പറയുന്നുണ്ട്, ഡയറക്റ്റ് മെത്തേഡും കോൺട്രാ പോസിറ്റീവ് മെത്തേഡും. സോ ബൈ അസ്യൂമിങ് ദാറ്റ് P is true, prove that Q must be true. നമ്മൾ P ട്രൂ ആണെന്ന് വിചാരിച്ചിട്ട് Q ട്രൂ ആണെന്ന് പറയാം. ദെൻ അസ്യൂമിങ് ദാറ്റ് Q is false, Q false ആണെന്ന് അസ്യൂം ചെയ്യാം. ദെൻ പ്രൂവ് ദാറ്റ് P must be false. അപ്പം എന്താ P മസ്റ്റ് ബി ഫോൾസ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് റൂൾ 4 ആണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് വിത്ത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ് പറയുന്നത്. ഇൻ ഓർഡർ ടു പ്രൂവ് ദ വാലിഡിറ്റി ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് P ഇഫ് ആൻഡ് ഓൺലി ഇഫ് Q, വി നീഡ് ടു ഷോ ദാറ്റ് ഇഫ് P then Q is true, അല്ലെങ്കിൽ ഇഫ് Q is true then P is true. അങ്ങനെ നമ്മൾ ഇവിടെ ഇത് റൂൾ 4 ഇഫ് ആൻഡ് ഓൺലി ഇഫിൽ ഇത് നമ്മൾ ഈ കണ്ടീഷൻസ് മാത്രം നോക്കി വെച്ചാൽ മതി. ഇതിന് എക്സാമ്പിൾ നോക്കാം. If P and Q are 2 statements given by 35 is a multiple of 5, 35 is a multiple of 6, P ഉം Q ഉം തന്നു. Write the compound statement connecting these 2 statements and check the validity. അതാണ് ക്വസ്റ്റ്യൻ. സോ സൊല്യൂഷൻ നടന്നത് ഇവിടെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് 35 is a multiple of 5 and 6, അതാണ് നമ്മൾ കോമ്പൗണ്ട് ആയിട്ട് പറയുന്നത്. രണ്ടും അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് പറയുന്നത്, അതാണ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ആൻഡ് എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തു 2 സെന്റൻസിന്. സിൻസ് 35 is a multiple of 5 but it is not a multiple of 6, therefore P is true but
ക്യൂ ഇസ് നോട്ട് ട്രൂ. നമുക്ക് അവിടെ പറയാൻ പറ്റും 35 നമ്മൾ ഇതിന് കോമ്പൗണ്ട് ചെയ്യുമ്പോൾ ആൻഡ് വെച്ച് നമ്മൾ കോമ്പൗണ്ട് ചെയ്തു. പക്ഷേ 35 മൾട്ടിപ്പിൾ ഓഫ് 5 ആണെന്നുള്ളത് കറക്റ്റ് ആണ്. പക്ഷെ ഇതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലല്ലോ 35 6ന്റെ മൾട്ടിപ്പിൾ അല്ലല്ലോ. സോ നമുക്ക് അവിടെ പറയാൻ പറ്റും ഇഫ് ആൻഡ് ഓൺലി ഇഫിൽ therefore P is true but Q is not true എന്ന് പറയാൻ പറ്റും. Then mathematical reasoning, contrapositive method, validity of statement by contraction ആണ് പറയുന്നത്. Contrapositive method, let Q be not true. Q be not true എന്ന് പറയുമ്പോൾ then Q is not true. X, Y is an even integer ആണെങ്കിൽ either X is even ആയിരിക്കണം അല്ലെങ്കിൽ Y is even ആയിരിക്കണം അല്ലെങ്കിൽ both X and Y are even ആയിരിക്കണം. ആണല്ലോ. ഇപ്പം ഒരു X Y എന്ന് വെച്ചാൽ ഇരട്ട സംഖ്യ ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പം 12 എന്ന് വിചാരിക്കും. അപ്പം ഒന്നിക്കൽ ഏതെങ്കിലും ഒന്ന് ഈവൺ നമ്പർ ആയാൽ മതി. അതിപ്പം എക്സ് വൈയിൽ ഇപ്പം 12 ആണ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ Y എന്നുള്ള ടേം എക്സ് വൈ 1 2 ഇതിന് ഇൻറ്റു ചെയ്യുമ്പോൾ എന്താ 2 ആ കിട്ടുന്നത്. അപ്പൊ ഇവിടെ Y ആണ് എന്തായത് 1 into 2 ആണ് പറഞ്ഞേ. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം 12 കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം 3 into 4 അല്ലെങ്കിൽ 6 into 2 6 into 2 ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ എന്താ പോസിറ്റീവ് എന്താ പറയാ ഈവൺ നമ്പേഴ്സ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നോക്ക് എക്സ് വൈന്റെ പ്ലേസിൽ ഇവിടെ എക്സിന്റെ പ്ലേസിൽ ആദ്യം എക്സിന്റെ പ്ലേസിൽ ഓഡ് നമ്പർ ആണ്, പക്ഷെ ഇവിടെ ഈവൺ നമ്പർ ആണ്. സോ നമുക്ക് ഒന്നിക്കിൽ എന്താ പറയാ ഇത് ഈവൺ ആയാൽ മതി, അല്ലെങ്കിൽ ഇതാ ഇവിടെ ഫസ്റ്റത്തെ ആണ് എക്സ് ആണ് ഈവൺ ആയാൽ മതി. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞു ഇത് ഒന്നിക്കിൽ എക്സ് ഈവൺ ആയാൽ മതി അല്ലെങ്കിൽ വൈ ഈവൺ ആയത് അല്ലെങ്കിൽ രണ്ടും ഈവൺ ആയാൽ മതി. ഇവിടെ ഇപ്പൊ രണ്ടും ഈവൺ ആണ്, ശരിയാ. നമുക്ക് 4 into 3 ചെയ്യുമ്പോഴത്തേക്ക് 4 എന്ന് പറയുന്നത് ഈവൺ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഒന്നിക്കൽ എക്സ് ഈവൺ ആവാം അല്ലെങ്കിൽ വൈ ഈവൺ ആവാം അല്ലെങ്കിൽ ബോത്ത് രണ്ടും ഈവൺ ആവാം. അങ്ങനെ നമുക്കൊരു ഈവൺ ഇന്റിജർ കിട്ടും. സോ പി ഈസ് നോട്ട് ട്രൂ, ദസ് ക്യൂ ഈസ് ഫാൾസ് എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ പി ഈസ് ഫാൾസ് എന്ന് പറയാൻ പറ്റും. ഇഫ് പി ദെൻ ക്യൂ സ്റ്റേറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. നമ്മൾ പറയുന്നത് ഒന്ന് ട്രൂ ഒന്ന് ഫാൾസ് ആയി കഴിഞ്ഞാല് അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി സ്റ്റേറ്റ്മെന്റിന്റെ 4 ടൈപ്സ് പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഉള്ളത് വാലിഡിറ്റി ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ബൈ കോൺട്രാക്ഷൻ ആണ്. ഹിയർ ടു ചെക്ക് വെദർ എ സ്റ്റേറ്റ്മെന്റ് പി ഈസ് ട്രൂ വി അസ്യൂം ദാറ്റ് പി ഈസ് നോട്ട് ട്രൂ. അല്ലെങ്കിൽ എന്താ ഇതിന് negation of P is true എന്ന് പറയുന്നു. Then we arrive at some result which contradicts our assumption. Therefore we conclude that ഒന്നുകിൽ P is true എന്നുള്ള രീതിയിൽ കൺക്ലൂഡ് ചെയ്യാം. So verify by the method of contraction. P എന്ന് പറയുന്നത് √7 is irrational ആയിരിക്കും. Let P be the statement is given by P എന്ന് പറഞ്ഞാൽ √7 is irrational. We assume that √7 is rational. നമുക്ക് assume ചെയ്യാം √7 എന്ന് പറയുന്നത് rational ആണെന്ന് assume ചെയ്യാം. പക്ഷെ നമുക്ക് തന്നത് P എന്ന് പറയുന്നത് ഇറാഷണൽ ആയിട്ടാണ് തന്നത്. ഇവിടെ നോക്കാം, ലെറ്റ് പി എന്ന് പറയുന്നത് എന്താ ഗിവൺ ബൈ √7 ഈസ് ഇറാഷണൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് അസ്യൂം ചെയ്യാം √7 ഈസ് റാഷണൽ എന്ന് പറഞ്ഞിട്ട് അസ്യൂം ചെയ്യാം. സോ √7 എന്ന് പറയുന്നത് എ ബൈ ബി, വേർ എ ആൻഡ് ബി ആർ ഇൻഡിജേഴ്സ് ഹാവിംഗ് നോ കോമൺ ഫാക്ടർ. സോ ഈ 7 എന്ന് പറയുന്നത് ഈ റൂട്ടിനെ ഇപ്പുറത്തെ വീട് എടുക്കുമ്പോൾ ഇത് സ്ക്വയർ ആവും, a² ബൈ b² എന്ന് പറഞ്ഞിട്ട് കിട്ടും. സോ ഇവിടെ നോക്കുക ക്രോസ് ചെയ്യുക, 7b² is equal to a² കിട്ടി. 7 divides a² എന്ന് പറഞ്ഞിട്ട് പറയാം, കാരണം ഈ 7 താഴോട്ടേക്ക് എടുക്കുമ്പോൾ a² by 7 7 divides a² എന്ന് പറയാം. 7 divides a എന്ന് പറയാം, a² ഡിവൈഡ് എങ്കിൽ a ഡിവൈഡ് ചെയ്യുന്നു പറയാം. സോ a equal to 7c, അതായത് ഫോർ സം ഇന്റിജർ c. ഏതെങ്കിലും ഒരു ഇന്റിജർ c ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക്
7 ഡിവൈഡ്സ് എന്ന് പറയുന്നതല്ല. അപ്പൊ ആ സീനോട് നമ്മൾ ഇൻറ്റു ചെയ്യുന്നു, ചുമ്മാ ഇൻറ്റു ചെയ്യുന്നു. a = 7c എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ a സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ എടുക്കാം, 49c² എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ 7b², ഇപ്പം a² പറഞ്ഞാൽ 7b² ആണ് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ പറയാം 7b² = 49c² എന്ന് പറയാം. ഇതിൽ b² എന്ന് പറഞ്ഞാൽ 7c², 7ഉം 7ഉം കട്ടായിട്ട് ഇവിടെ പോകും. സോ b² = 7c² എന്ന് പറയാം. അപ്പൊ ഈ ഒരു കേസിൽ എന്താ 7 ഡിവൈഡ്സ് b², 7 b² ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താ 7 ഡിവൈഡ്സ് ബിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. Thus 7 is a common factor of both a and b. This contradicts എന്താ പറയുന്നത്, this contradicts that a and b have no common factor. ഇവിടെ നമുക്ക് പറയാൻ പറ്റും a and b യിലും, ഇവിടെ ഇപ്പൊ 7 ഡിവൈഡ്സ് b പറഞ്ഞു, 7 ഡിവൈഡ്സ് b b² പറഞ്ഞു, 7 ഡിവൈഡ്സ് b പറഞ്ഞു. സോ 7 എന്ന് പറഞ്ഞാൽ കോമൺ ഫാക്ടർ ഓഫ് ബോത്ത് a and b ആണ് നമ്മൾ പറഞ്ഞു. സോ ഇത് കോൺട്രഡിക്ട്സ് ദാറ്റ് a and b have no common factor. Okay, so our assumption 7 is rational is wrong, hence the statement 7 is irrational is true. നമ്മൾ റാഷണൽ ആണെന്ന് പറഞ്ഞത് റോങ് ആണ്, ഇറാഷണൽ എന്നാണ് പറഞ്ഞത് ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ നമ്മൾ എന്താക്കുന്നു, ടെക്സ്റ്റിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഇവിടെ ഒക്കെ നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇഫ് എ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 9, അത് മൾട്ടിപ്പിൾ ഓഫ് 3, ഈ ഒരു പ്രോബ്ലം ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പിന്നെ എന്താ പറയുക, കോൺട്രാ പോസിറ്റീവ്, കൺവേഴ്സ്, അതൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾസും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ എക്സാമ്പിളും നോക്കിയാൽ മതി. ഇവിടെ ഇഫ് എ ട്രയാങ്കിൾ ഈസ് ഇക്വിലാറ്ററൽ ഇറ്റ് ഈസ് ഐസോസിലസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ അതെല്ലാം ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കിയിട്ട് ഇവിടുന്ന് പഠിച്ചാൽ മതി. ആകെ ട്രൂവും ഫോൾസും മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. കോൺട്രാ പോസിറ്റീവ് മെത്തേഡ് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്തത് ഇതാ, √7 റാഷണൽ ആണോ ഇറാഷണൽ ആണോ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. കുറെ എക്സാമ്പിൾസ് ആണ് പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ തന്നിട്ടുള്ളത്. ഇതൊക്കെ അതിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ. അപ്പൊ ഇതിൽ ഓരോന്നും നോക്കിയിട്ട് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് മാത്രം നോക്കേണ്ട കാര്യങ്ങളേ ഇല്ലൂ. ഇതിപ്പോ എടുത്തു പറയും, ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓർ വെച്ച് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആൻഡ് വെച്ച് കണക്ട് ചെയ്തത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വേറൊരു സൺ ഈസ് ബിഗർ ദാൻ എർത്ത് ആൻഡ് എർത്ത് ഈസ് ബിഗർ ദാൻ മൂൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് സ്റ്റേറ്റ്മെന്റ്, സൺ ഈസ് ബിഗർ ദാൻ എർത്തും എർത്ത് ഈസ് ബിഗർ ദാൻ മൂൺ എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റിനെ ആൻഡ് വെച്ച് കണക്ട് ചെയ്തതാണ്. ഇതൊക്കെ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ എന്തായാലും തിരിയും. സ്കൈ ഈസ് ബ്ലൂ ആൻഡ് സ്കൈ ഈസ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് അത് ഒപ്പരം കണക്ട് ചെയ്താൽ ആൻഡ് ഉപയോഗിച്ചിട്ടോ നമ്മൾ കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടും. ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്താൽ മതി. അങ്ങനെ ഓരോന്നും അതിന്റെ സൊല്യൂഷൻസും എന്ത് വെച്ചിട്ട് കണക്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാലിഡേറ്റിംഗ് സ്റ്റേറ്റ്മെന്റിന്റെ കേസസും റൂൾസും പഠിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നോക്കുക. ഇവിടെ എന്താ, ചെക്ക് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ഓർ ഫോൾസ് ആണ്. ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഓഡ് ഇൻഡിജർ ദെൻ എക്സ് വൈ ഈസ് ആൻ ഓഡ് ഇൻഡിജർ. സോ നമുക്ക് പിയും ക്യൂവും ബി എ സ്റ്റേറ്റ്മെന്റ് എടുക്കാം. പി എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ആൻഡ് വൈ ആർ ഓഡ് ഇൻഡിജർ. ക്യൂ എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഈസ് ആൻ ഓഡ് ഇൻഡിജർ. രണ്ടെണ്ണം എടുത്തു. ദെൻ ദ സ്റ്റേറ്റ്മെന്റ് ഇഫ് ദെൻ ക്യൂ എന്നാണെങ്കിൽ ഡയറക്റ്റ് മെത്തേഡ് ലെറ്റ് പി ബി ട്രൂ ആണ്. ആദ്യം നമ്മൾ പി ട്രൂ ആയിട്ട് എടുക്കും. എക്സ് ആൻഡ് വൈ ആൻഡ് ഓഡ് ഇൻഡിജർ. സോ എക്സ് എന്ന് പറഞ്ഞത്
ഇവിടെ ഒരു ഫോർ സം ഇൻറ്റീജർ എം എന്ന് പറഞ്ഞത് ഇൻറ്റീജർ ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ 2m+1 എടുത്തു, കാരണം ഓഡ് ആയതുകൊണ്ട്. ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ 2n+1 എടുത്തു. എക്സ് വൈ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ഇൻറ്റു ചെയ്തു. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. സോ നമുക്ക് പറയാൻ പറ്റും ഈ +1 എന്നുള്ളതുകൊണ്ട് അതായത് എന്താ ഇവൺ നമ്പറിനോട് ഒന്ന് കൂട്ടുന്നതല്ലേ, അപ്പൊ അതൊരു ഓഡ് നമ്പർ ആയിരിക്കും. അപ്പൊ എക്സ് വൈ ഈസ് ആൻ ഓഡ് ഇൻറ്റീജർ എന്ന് പറയുന്നു. അതുകൊണ്ട് ക്യൂ ട്രൂ ആണെന്ന് പറയാൻ പറ്റും. സോ ദസ് പി ഈസ് ട്രൂ ഗിവ്സ് ക്യൂ ഈസ് ട്രൂ. ഹെൻസ് ഇഫ് പി ദെൻ ക്യൂ എന്ന് പറയുന്നത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാൻ പറ്റും. കോൺട്രാ പോസിറ്റീവ് മെത്തേഡ് ആണ് പിന്നുള്ളത്. ഇനി ഇത് ഈ ഒരു പ്രോബ്ലം ഒക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് ഉള്ളത്. ട്വന്റി ഫൈവ് ഇസ് മൾട്ടിപ്പിൾ ഓഫ് 5, 25 ഇസ് മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് പറയുന്നുണ്ട്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആഡ് വെച്ചിട്ട് നമ്മൾ ഇതിന് ആഡ് ഓർ വെച്ചിട്ട് കൊടുക്കുക. ഇൻ ബോത്ത് കേസസ് ചെക്ക് ദ വാലിഡിറ്റി ഓഫ് ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു എന്താ ലോജിക്കൽ റീസണിംഗ് എന്നുള്ള ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായി പഠിക്കാം. താങ്ക് യു.